മനുഷ്യകുലത്തിന്റെ ഏറ്റവും വലിയ ആത്മീയ സംഗമത്തിന് സാക്ഷ്യം വഹിച്ച അറഫ. ഹജ്ജിന്റെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിൽ ആനന്ദ നിർവൃതിയിൽ വിശ്വാസി ലക്ഷങ്ങൾ ഒത്തുചേർന്നു. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന പവിത്ര മന്ത്രങ്ങളാൽ അറഫയുടെ മണ്ണും ആകാശവും ശുഭ്രമായ മനസ്സും വസ്ത്രങ്ങളുമായി വന്നണയുന്ന തീർത്ഥാടകരെ വരവേറ്റു. കത്തുന്ന സൂര്യനു താഴെ ആത്മീയ ശക്തിയുടെ കരുത്തിൽ വിശ്വാസി ലക്ഷങ്ങൾ നാഥനു മുന്നിൽ കരുളുരുകി പ്രാർത്ഥനകൾ അർപ്പിച്ചു. അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി ജീവിതവിശുദ്ധി തേടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 18 ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് വ്യാഴാഴ്ച അറഫ മൈതാനിയിൽ സംഗമിച്ചത്. വർഗ, വർണ്ണ, ദേശഭാഷാ വ്യത്യാസങ്ങളില്ലാതെ ആഗോള മുസ്ലിങ്ങൾ ഒത്തുചേരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ സംഗമത്തിൽ അണിചേരാൻ തീർത്ഥാടകർ വ്യാഴാഴ്ച പ്രഭാത നമസ്കാരത്തോടെയാണ് മിനായിൽ നിന്ന് യാത്രയാരംഭിച്ചത്. പുണ്യഭൂമിയിൽ അറഫ സംഗമത്തിൽ ജനലക്ഷങ്ങൾ അണിനിരക്കുമ്പോൾ ആഗോള മുസ്ലിം സമൂഹം അറഫ നോമ്പനുഷ്ഠിച്ച് ഐക്യദാർഢ്യം രേഖപ്പെടുത്തും. സൗദി ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളിൽ വെള്ളിയാഴ്ചയാണ് ബലിപെരുന്നാൾ. ലോക മുസ്ലിങ്ങളുടെ പരിച്ഛേദമായി അറഫയിൽ ഒത്തുകൂടുന്ന തീർത്ഥാടക ലക്ഷങ്ങളെയും ലോകമെമ്പാടുമുള്ള 150 കോടിയിലേറെ മുസ്ലിങ്ങളെയും അഭിസംബോധന ചെയ്തുള്ള അറഫ ഖുതുബ നിർവഹിക്കുന്നത് ഹറം ഖത്തീബും ഇമാമുമായ ഷെയ്ഖ് ഡോക്ടർ സ്വാലിഹ് ബിൻ അബ്ദുള്ള ബിൻ ഹുമൈദാണ്. മലയാളം ഉൾപ്പെടെ 34 ഭാഷകളിൽ അറഫ പ്രഭാഷണം വിവർത്തനം ചെയ്യും. പ്രപഞ്ചനാഥനോടുള്ള അളവറ്റ സ്തുതിവചനങ്ങളും പാപമോചനത്തിനായുള്ള പ്രാർത്ഥനകളും അലയടിച്ച മിനാ താഴ്വര തർവിയത്ത് ദിനമായ ഇന്നലെ രാപ്പകൽ ആഗോള വിശ്വാസി ലക്ഷങ്ങളുടെ ആത്മസമർപ്പണത്തിൽ അലിഞ്ഞു ചേർന്നു. ശിഷ്ടജീവിതത്തിൽ തൗഹീദിൽ അടിയുറച്ചു നിൽക്കാനും പിന്നിട്ട കാലം ചെയ്തുപോയ പാപങ്ങൾക്ക് പശ്ചാത്താപം തേടിയും വാനിലേക്ക് കൈകളുയർത്തി അവർ കണ്ണീരൊഴുക്കി. പാപമോചന പ്രാർത്ഥനകളും ദിക്റുകളും ഉരുവിട്ടും സൂര്യാസ്തമയം വരെ ഹാജിമാർ അറഫയിൽ കഴിച്ചുകൂട്ടും. ചന്ദ്രമാസ പിറവിയുടെ അടിസ്ഥാനത്തിൽ ദിവസങ്ങൾ കണക്കാക്കുന്നതിനാൽ കേരളത്തിൽ അറഫ ദിനം വെള്ളിയാഴ്ചയും വലിയ പെരുന്നാൾ ശനിയാഴ്ചയുമാണ് മുസ്ലിങ്ങൾ ആചരിക്കുന്നത്.